ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ, നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഒരു നിമിഷം നമുക്കൊന്ന് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും. നമ്മൾ അനവധി പ്രാവശ്യം പ്രാർത്ഥിച്ചു എങ്കിൽ പോലും വീണ്ടും ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്തിക്കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പ്രിയ പിതാവേ, തന്ന നല്ല സമയത്തിലാണ് നന്ദി കർത്താവേ. അങ്ങയുടെ നാമം മഹത്വപ്പെടണേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാണ്. അടിയങ്ങൾ ഇഷ്ടമല്ല, കർത്താവിൻ്റെ ഇഷ്ടം മാത്രം കർത്താവെ അടിയങ്ങൾ പറയുവാനും ചെയ്യുവാനും കർത്താവെ അടിയങ്ങളെ പ്രാപ്തരാക്കണം. അടിയങ്ങളെല്ലാ കുറവുകളും ഒരിക്കൽ കൂടെ ഏറ്റു പറയുന്ന പരിശുദ്ധാത്മാവ് സംസാരിക്കണം കർത്താവെ. ഏറ്റെടുക്കാനുള്ള ഒരു വലിയ ഹൃദയവും താല്പര്യമൊക്കെ അടിയങ്ങളുടെ ജീവിതത്തിൽ തരണമേ കർത്താവെ. നന്ദി കർത്താവ്. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവേ. അങ്ങ് തന്നെ മഹത്വം എടുക്കണേ കർത്താവെ. അടിയങ്ങളുടെ ജീവിതത്തോട് കൂടിയിരിക്കണേ. കർത്താവിൻ്റെ കൃപ ധാരാളം ജീവിതത്തിലുണ്ടാവാൻ ഇടയാക്കണേ. എല്ലാത്തിനായിട്ട് നന്ദി, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. നമുക്ക് ആ ഒരു കർത്താവിനായിട്ട് നന്ദി പറയാം. നമ്മൾ എല്ലാവരെയും നിർത്തുന്ന ആ ഒരു വലിയ ദൈവകൃപയ്ക്കായിട്ട് എത്രയധികം നന്ദി പറയണമെന്ന് അറിയത്തില്ല, അത്രയധികം നമ്മൾ പറയണം. നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് കുറച്ച് സമയം കുറച്ച് ദൈവവാക്യങ്ങൾ നമുക്ക് വായിക്കാം. അത് നമ്മൾ ഇന്നിപ്പം ആ ഒരു ശീതോഷ്ണവാനും ആ ഒരു ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല എന്നുള്ളൊരു കാര്യം കേട്ടു. അതായത് നമ്മുടെ പ്രവൃത്തി അറിയുന്ന ദൈവം. അതുപോലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ വചനത്തിൽ കേട്ടു കർത്താവിൻ്റെ സ്വഭാവത്തോടെ നമ്മൾ അനുരൂപരായിത്തീരുന്ന ഒരവസ്ഥ. അത് നമ്മളറിയാം. റോമർ 8:29 നമ്മൾ വായിച്ചത്. അതിനുശേഷം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് സുൽബദറും ഒരു വചനം പറയുകയുണ്ടായി. നമുക്കറിയാവുന്ന ഒരു സങ്കീർത്തനമാണത്. 139 അതായത് 139 ആണ് പ്രിയ സഹോദരൻ കൺക്ലൂഡ് ചെയ്തത്. അതായത് അതിങ്ങനെ പറയുന്നത്, മൈ ഫ്രെയിം വാസ് നോട്ട് ഹിഡൻ ഫ്രം യു. അതിനുശേഷം വെൻ ഐ വാസ് മെയ്ഡ് ഇൻ സീക്രട്ട് ആൻഡ് സ്കിൽഫുള്ളി റോട്ട് ഇൻ ദ ഡെപ്ത് ഓഫ് ദ എർത്ത്. അതായത് അത് മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല എന്നുള്ളൊരു കാര്യം. യെസ്, അതായത് നമ്മളെ ഓരോ വ്യക്തികളെ അറിയുന്ന ഒരു ദൈവം. ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് ആ ഒരു കർത്താവ്, അതായത് നമ്മൾ ഫ്രെയിം, അതായത് എന്താണ് നമ്മളെന്നുള്ളത്, അതായത് ആദ്യം തൊട്ട് അവസാനം വരെ അറിയുന്ന ഒരു ദൈവം. നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു കർത്താവിൻ്റെ സന്നിധി എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങളൊക്കെ വളരെ ക്ലിയറാണ്. കർത്താവിൻ്റെ ആ ഒരു മടങ്ങി വരവ്, അത് നമ്മൾ എത്ര പേരത് സീരിയസ് ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ദൈവഭയം എത്ര അധികം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം. ആ ദൈവഭയത്തിലാണ് നമുക്കറിയാം. ആ ഒരു 2 കള്ളന്മാർ ക്രൂശിന് ആ ഒരു കർത്താവിൻ്റെ 2 വശത്ത് നിന്നപ്പോഴത്തേക്ക് അതിലൊരു കള്ളൻ പറഞ്ഞൊരു വാക്യം ലൂക്കോസിൽ ഇങ്ങനെ പറയുന്നത്, സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ. അതായത് ദൈവത്തിൻ്റെ പ്രസൻസ് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ ഒരു ന്യായവിധിയെക്കുറിച്ച് ആ ഒരു ഭയമാണ് അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയത്. ഇതുപോലെയാണ് ദൈവഭയം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം. നമ്മുടെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇല്ല, വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഒരു വികാരം എന്നല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു ദൈവമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടറാണത്. നമുക്കിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച 1-2 കാര്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 1-2 കാര്യങ്ങൾ വളരെ സ്പെസിഫിക്കായിട്ട് എന്നോട് സംസാരിച്ചു. ഞാൻ അതിനായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നത്. അതായത് ജോൺ 15 നമുക്കൊന്ന് ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ജോൺ 15:16 and 19. ജോൺ 15, യോഹന്നാൻ 15:16-19 ഒന്ന് വായിക്കാമോ? സോറി. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. 19 നിങ്ങൾ ലോകക്കാർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അതായത് ഈ രണ്ട് വാക്യങ്ങൾ കണക്റ്റഡ് ആണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് നമുക്കറിയാം അതിനകത്ത് യേശു കർത്താവാണ് പറയുന്നത്. അതായത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അതായത് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പാണ് നമ്മളെല്ലാവരും. നമുക്ക് അതിനായിട്ട് ദൈവത്തോട് നന്ദി പറയാം. അതായത് അത് പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതായത് ഓരോ വ്യക്തികളും ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതും ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്ന വ്യത്യാസമുണ്ട്. അതായത് അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ഒരു തിരഞ്ഞെടുപ്പിന് ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിന് മുകളിൽ അവന് പോകാൻ പറ്റത്തില്ല. പക്ഷേ ദൈവം തിരഞ്ഞെടുത്താൽ അതിന് ലിമിറ്റില്ല. അതായത് അത് ദൈവത്തിൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കർത്താവ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അത് എത്ര വലുതാണ്. അതായത് അതുകൊണ്ടാണ് അതിനകത്ത് പറയുന്നത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം, ഈ 2 കാര്യങ്ങൾ, അതായത് ഫലം കായ്ക്കുകയും വേണം, ആ ഒരു ഫലം നിലനിൽക്കുകയും വേണം. അതായത് ഒരു
ദൈവ പൈതൽ അവൻ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്ക് കർത്താവിനെ സേവിയറായിട്ട്, അതായത് രക്ഷകനായിട്ട് അവൻ സ്വീകരിച്ചു. എന്നാൽ അതിന് ശേഷം അവൻ്റെ ആ ഒരു ബലം, അതായത് അവൻ്റെ ജീവിതത്തിൽ അതിന് ശേഷമാണ് അവൻ ബലം കായ്ക്കുകയും അതുപോലെ ആ ബലം നിലനിൽക്കുകയും വേണ്ടത്. അത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കർത്താവ് അതുപോലെ തന്നെ അനേകായിരങ്ങളെ നേടുക, ഇന്നിപ്പോൾ നമ്മൾ കേട്ടതുപോലെ സഭയിൽ കർത്താവ് ആ ഒരു അനേകായിരങ്ങളെ നേടുക എന്ന് പറഞ്ഞാൽ അത് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ ഒരു വലിയ പ്രിവിലേജിൻ്റെ ഫലമായിട്ടാണ്. അതായത് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ എന്ന് പറഞ്ഞാൽ അതായത് ഇത് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ, അതായത് ആ ഒരു തിരഞ്ഞെടുപ്പ് ആണ് നമ്മെ നയിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു 19 ഇതേ കാര്യം തന്നെ, ആ ഒരു 19 കർത്താവ് നമുക്ക് തന്ന ഒരു വലിയ പ്രിവിലേജ് അവിടെ, അതായത് ആ ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനാണെന്നുള്ളത് കർത്താവ് അവിടെ പറയുന്നു. 19 രണ്ടാമത്തെ വശം, അതായത് നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നിട്ട് തൊട്ടടുത്ത് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ, അതായത് നമ്മെ ലോകത്തിലേക്ക് വിട്ടുകൊടുക്കാതെ, നമ്മളെ ലോകക്കാരായിരിക്കാതെ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളൊരു കാര്യം. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പം കർത്താവ് നമ്മെ വിട്ടുകൊടുക്കാതെ, ആ ഒരു ലോകത്തിലേക്ക് നമ്മെ വിട്ടുകൊടുക്കാതെ ആ ഒരു ലോകത്തിൽ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് ആണ് പറയുന്നത് നമ്മൾ ലോകത്തിലേക്ക് മടങ്ങിപ്പോകരുത്, അല്ലെങ്കിൽ ലോകത്തിന് അനുരൂപരായി തീരരുത് എന്നുള്ളൊരു കാര്യം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. അതായത് കർത്താവ് അതിൻ്റെ പുറകിൽ എഫേർട്ട് എടുത്തതാണ്. അതായത് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ തിരഞ്ഞെടുപ്പ് എത്ര വലുതാണ്. ലോകക്കാരായിരിക്കാതെ നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തതാണ്, അതിലേക്ക് വിട്ടു കൊടുക്കാതെ. അപ്പോൾ ആ ഒരു തിരഞ്ഞെടുപ്പ് അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കർത്താവാണ് നമ്മെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമുക്ക് ആ ഒരു ഉറപ്പോടെ നമ്മുടെ ജീവിതത്തിലായിരിക്കാം. എന്നിട്ട് അതിന് മുന്നോട്ട് പറയുന്നുണ്ട്, ഒന്ന് വായിക്കാം അതിൻ്റെ മുന്നോട്ടുള്ള വാക്യങ്ങൾ. അതായത് 20 തൊട്ട് 27 വരെ ഒന്ന്. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പീൻ. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചു എങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായക കൊണ്ട് എൻ്റെ നാമം നിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പഴിക്കുന്നവൻ എൻ്റെ പിതാവിനെയും പഴിക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകേണ്ടതിന് തന്നെ ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കെ കൊണ്ട് സാക്ഷ്യം പറയുവിൻ. ഇതൊരു ഇത്ര വലിയ വചനം, അതായത് നമുക്കറിയാവുന്ന വചനമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതായത് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അതായത് അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അതിനകത്ത് പറയുന്ന 1-2 കാര്യം മാത്രം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർക്കുവിൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടെയും പ്രമാണിക്കും. നമുക്കറിയാം അത് കർത്താവ് വളരെ സ്പെസിഫിക് ആയിട്ട്, അതായത് കർത്താവിനെ അവർ തള്ളി എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇസ്രായേൽ മക്കൾ ഒരിക്കലും കർത്താവിനെ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായകൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. അതായത് എൻ്റെ വചനം, അതായത് എന്നെ അയച്ചവനെ, അതായത് പിതാവിനെ അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതായത് കർത്താവിനെ അറിയാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അവരതിനുവേണ്ടി പരിശ്രമിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. എന്നാൽ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ, ഇത് നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിളാണ്.
എന്ന് പറഞ്ഞാൽ എത്രയധികമാണ് നമ്മുടെ ജീവിതത്തിൽ വചനം കേൾക്കുകയും നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്നാൽ നമ്മളിത് കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ ആ ഒരു അതായത് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടോ എന്നുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നല്ല, ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം. അതായത് അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപം. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മെ കേൾപ്പിക്കുന്നത്. അതായത് ആ കർത്താവ് നമ്മോട് സംസാരിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് പാവമില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർക്ക് അതിനൊഴുകഴിവില്ല. ഇത് തന്നെയാണ് നമ്മൾ ആരെങ്കിലും വ്യക്തികൾ, അതായത് ഈ ഒരു അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കേട്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് വളരെ സ്പെസിഫിക്കായിട്ട് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അവൻ രക്ഷകനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത വചനം അത് തന്നെയാണ് പറയുന്നത്. അതായത് മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക്, അതായത് കർത്താവ് നമുക്കായിട്ട് കാൽവറിയിൽ സമർപ്പിച്ചു എന്നുള്ളൊരു കാര്യം അത് വേറെ ആർക്കും പറ്റത്തില്ല. അത് തന്നെയാണ് കർത്താവ് അവിടെ ചെയ്തത്. നമുക്കതറിയാവും. എന്നാൽ അത് അവർക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവർക്കത്, അതായത് അവരെ സംബന്ധിച്ച് അത് മനസ്സിലാക്കുവാനായിട്ടുള്ള അവരുടെ കണ്ണ് ആ ഒരു രീതിയിലായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർക്കത് അവരൊരിടത്തും പരിശ്രമിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം മുന്നോട്ട് പോയിട്ട് പറയുന്നുണ്ട്, നിങ്ങളും ഈ 27 പറയുന്നുണ്ട്, നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കുക കൊണ്ട് സാക്ഷ്യം പറയുക എന്നുള്ളൊരു കാര്യം. അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കർത്താവ് കൺക്ലൂഡ് ചെയ്യുന്ന അവിടെയാണ്. അതായത് ആദ്യം മുതൽ നിങ്ങൾ എന്നോടുകൂടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ സാക്ഷ്യം പറയുവിൻ. ഈ ഒരു കാര്യം, അതായത് ആ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തുടങ്ങുന്നതാണ്, ആദ്യം മുതൽ. അതായത് അത് മുമ്പേ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ മുമ്പേ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അതായത് ഇതൊക്കെ കർത്താവ്, അതിൻ്റെ പുറകിൽ കർത്താവിൻ്റെ എഫേർട്ടാണ്. യേശു കർത്താവാണ് ഇതെല്ലാം ചെയ്തത്. എന്നാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ കൊണ്ട് എത്തിക്കേണ്ടത് ആ ഒരു ദൈവത്തോടു കൂടെയുള്ളൊരു ജീവിതമാണെന്നുള്ളൊരു കാര്യം. അതായത് ഇതിനെ കുറച്ച് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 1-2 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എഫേസ്യരിലോട്ട് വരുമ്പോഴത്തേക്ക്, അതായത് ഞാൻ ആ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് എന്താണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നടത്തിയതെന്നുള്ളൊരു കാര്യം. എഫേസ്യർ 3:12 അതിനകത്ത് പല വചനങ്ങളുണ്ടെങ്കിൽ പോലും ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം മാത്രം എന്നാൽ നമ്മുടെ ഉള്ള ടൈമിൽ നമുക്കതൊന്ന് ധ്യാനിക്കാം. അതായത് എഫേസ്യർ 3:12 വായിക്കാമോ സിസ്റ്റർ? അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്കുള്ള ധൈര്യവും പ്രവേശനവും ഉണ്ട്. യെസ്, ഈ ഒരു കാര്യം, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പറയുന്നൊരു കാര്യമുണ്ട്, അവനിൽ ആശ്രയിച്ചിട്ട് അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അതായത് ഈ കർത്താവാണ് നമുക്കെല്ലാമാണ് എന്നുള്ളൊരു കാര്യം. അതായത് ആ ഒരു കർത്താവിലൂടെയാണ് നമുക്കറിയാം. അതായത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ പറയാം, നമുക്ക് പഴയ കാലത്ത് ആ പുറപ്പാട് പുസ്തകത്തിലൂടെ പോകുമ്പോഴത്തേക്ക്, അതായത് ഉൽപ്പത്തി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം സമാഗമന കൂടാരത്തെക്കുറിച്ച്. അതായത് ദൈവം അവരുടെ ഇടയിൽ വസിക്കാനായിട്ട് കർത്താവ് ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കി. എന്നാൽ ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും സമമായിട്ട് കാണുന്നു, അതായത് സംഗമിക്കുന്നു. എന്നാൽ ഇതിനകത്തൊരു വലിയ റിയാലിറ്റി ഉണ്ട്. അതായത് സമാഗമന കൂടാരം ഉണ്ടാക്കിയത് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഇതിനകത്ത് പ്രാകാരത്തിലുള്ള ഒരു വലിയ, അതായത് പ്രാകാരത്തിലുള്ള ഒരു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു ബലിപീഠമുണ്ട്. അപ്പം ഈ ഒരു സമാഗമനം, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു സമാഗമനത്തിലുള്ള ഒരു കാര്യമാണ് യാഗം, അതായത് ഒരു ബലി നമുക്കായിട്ട്. അപ്പം ഈ ഒരു കർത്താവാണ് ആ ഒരു ബലി നമുക്കായിട്ട് ആയതുകൊണ്ട്, അതായത് കാൽവറിയിൽ അവൻ സ്വന്തം ജീവനെ യാഗമാക്കിയതുകൊണ്ടാണ് ആ ഒരു ദൈവമായിട്ട് നമുക്കൊരു നിരപ്പുള്ളത്, ആ ഒരു കാര്യം. അപ്പം ഇതിന് കാരണമായത് നമ്മുടെ കർത്താവാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ പഴയ നിയമം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാകും. അതായത് ആ ഒരു കർത്താവാണ്. അതായത് 12 വളരെ സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട്, അവനിൽ ആശ്രയിച്ചിട്ട് അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ടെന്നുള്ളൊരു കാര്യം. ആ ഒരു കർത്താവിലൂടെയാണ് ഇത് സാധിച്ചത്. എന്നാൽ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആ ഒരു എഫേസ്യരിൽ തന്നെ പറയുന്നുണ്ട്. എഫേസ്യർ 2:8 പറയുന്നുണ്ട്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അപ്പോൾ ഈ ഒരു രക്ഷ ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ നിസ്സാരമായിട്ട് കളയരുത്. അത് സൗജന്യമാണെന്ന് പറഞ്ഞാലും അതിന് മുന്നോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലെത്താൻ ദൈവം തന്നെ നടത്തണം, ദൈവം തന്നെ വിചാരിക്കണം. എന്നാൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു എഫേസ്യറിൽ നിന്ന് നമ്മൾ ഫിലിപ്പിയറിലോട്ട് പോകുമ്പോഴത്തേക്ക് ഫിലിപ്പിയറിലും ഇതുപോലൊരു വചനം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഫിലിപ്പിയർ 2 വരുമ്പോഴത്തേക്ക്
ഫിലിപ്പിയർ 2 അതിപ്പോൾ നമ്മൾ എഫേസ്യർ 3:12 നമ്മൾ വായിച്ചെങ്കിൽ ഫിലിപ്പിയർ 2:12 കേൾക്കുന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. അതായത് ഫിലിപ്പിയർ 2:12 ഫിലിപ്പിയർ 2:12 ഇങ്ങനെ പറയുന്നത്. സിസ്റ്റർ ഒന്ന് വായിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. യെസ്, ഈ ഒരു കാര്യം ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ ഒരു ഭയവും ഈ ഒരു വിറയലും നമുക്ക് എത്രയുണ്ട്. അതായത് നമ്മൾ കാലം കടന്നു പോകുന്നു, നമ്മൾ മുന്നോട്ട് പല കാര്യങ്ങളും കാണുന്നു, പലതും നമ്മുടെ പരിചയങ്ങളായിത്തീരുന്നു, നമ്മുടെ തലമുറകൾ കാണുന്നു. എന്നാൽ ഈ ഒരു ഭയവും വിറയലും എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ലെവലിലല്ല. നമ്മൾ എത്ര ദൈവത്തിന് വില കൊടുക്കുന്ന മക്കളാണ് എന്നുള്ളൊരു കാര്യം, ആ ഒരു ഭയം ഉണ്ടാവണം. അതായത് ഇത് തന്നെയാണ് 2 പീറ്ററിൽ പറയുന്നത്, ഇതിൻ്റെ രക്ഷ എന്ന് വിചാരിക്കുവിൻ. അതായത് ഇത് രക്ഷിക്കപ്പെട്ട വിശ്വാസികളോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ആദ്യം എഫേസ്യറിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കടന്നു പോകുന്ന ഒരു ജനങ്ങളിലേക്കാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ആ ഒരു രക്ഷയിലേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു പോകും. അതായത് ആ ഒരു കർത്താവിലേക്ക് എത്തുക. നമുക്കറിയാം, ഇടുക്കാതിലൂടെ കടക്കാൻ പരിശ്രമിക്കുവിൻ എന്നാണ് പറഞ്ഞത്. അതിൽ കടക്കുന്നവർ വളരെ ചുരുക്കം. നമുക്ക് തന്നെ അറിയത്തില്ല എത്ര പേരുണ്ടാവും. എന്നാൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ആ ഒരു ഭയത്തോടും വിറയലോടും നമ്മുടെ പല വിഷയങ്ങളുടെ മേലും ദൈവം പ്രവർത്തിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് അതല്ല, നമ്മുടെ വിഷയങ്ങൾ ഉണ്ടാവണോ ഇല്ലെന്നല്ല, വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കുമെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എത്രയധികം നമ്മുടെ രക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഭയവും ആ ഒരു വിറയലും ദൈവസന്നിധിയിലുണ്ടോ? ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ക്രൂശിലെ കള്ളന് ആ ഒരു ദൈവസാന്നിധ്യത്തിൽ അവന് വെളിപ്പെട്ടത് ആ ഒരു ഭയമാണ്. അവൻ്റെ അവസ്ഥ എന്തായിത്തീരും. എന്നാൽ ദൈവം അപ്പോഴേ അവനുള്ള ആ ഇത് കൊടുത്തു, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിൽ ഇരിക്കുമെന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അധികമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പലപ്പോഴും വചനം കേൾക്കുമ്പോൾ വചനത്തിന് മുമ്പാകെ എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ തുടക്കത്തിൽ കേട്ടു, നിങ്ങളുടെ പ്രവൃത്തി ഞാൻ അറിയുന്നു. പ്രവൃത്തി അറിയുന്ന കർത്താവ്, ആ ഒരു പ്രവൃത്തി അറിയുന്ന കർത്താവാണ് അവരോട് പറയുന്നത്, നിങ്ങൾ ഉഷ്ടവാനുമല്ല ശീതവാനുമല്ല എന്ന് പറഞ്ഞാൽ രണ്ടും അല്ലാത്ത അവസ്ഥ. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ തുപ്പിക്കള, അതായത് വാ കൊണ്ട് ഉമ്മിണ്ണ് കളയുമെന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ കാര്യമാണ്. അതായത് അവരെ ഒന്നുമല്ലാതാക്കിയ അതായത് നമുക്കറിയാം, അതായത് കർത്താവ്, അതായത് ആ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് അവരെ കൺസിഡർ ചെയ്യുന്നത് ദൈവം പരിശുദ്ധാത്മാവ്. അതായത് അവരെ അങ്ങനെ, അതായത് നിങ്ങൾ അവിടെയല്ല ഇവിടെയല്ല, നിങ്ങൾ ലോകക്കാരുമല്ല വിശ്വാസികളുമല്ല എന്നുള്ളൊരവസ്ഥ. അതായത് ഇത് വളരെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര അധികമാണ് നമ്മൾ ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യന് വിശുദ്ധനാവത്തില്ല. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും വന്ന് പ്രവർത്തിച്ചല്ലാതെ, ഇന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതില്ല, കമാൻഡ്മെൻറ്റ് നമ്മൾ പാലിക്കാനാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്. അപ്പോൾ എത്രയധികം നമ്മൾ ആശ്രയിക്കും, നമ്മുടെ ജഡത്തിലോ നമ്മുടെ ബുദ്ധിയിലോ ആശ്രയിച്ച് ആണെങ്കിൽ നമുക്കതിനൊരു ലിമിറ്റുണ്ട്. നമുക്ക് എല്ലായ്പ്പോഴും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പറ്റത്തില്ല. എന്നാൽ ആത്മാവിലാണെന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ എത്ര അധികമാണ് നമുക്ക് അതായത് ആയിരിക്കേണ്ടത്, ആ ഒരു കർത്താവിനെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്നുള്ളൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൽ ഞാനെന്നല്ല, നമുക്കെല്ലാവർക്കും നമുക്ക് ആശ്രയിക്കാം. 1-2 വചനങ്ങൾ കൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് ഓർക്കാം. അത് ഹീബ്രൂസ്, അതായത് എബ്രായറിലോട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ ഹീബ്രു, അതായത് ഇന്നിപ്പോൾ പറഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത്, അതായത് അത് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച 1-2 കാര്യങ്ങളും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എബ്രായർ 9:4-5 ഒന്ന് വായിക്കാമോ സിസ്റ്റർ? 4 and 5. ഹീബ്രു 9, 4 and 5. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്തു മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. അതായത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കൃപാസനം, അതായത് സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് അതിൽ പറയുന്ന, അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മഞ്ഞ ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതായത് ഇത് ഇന്നിപ്പം പറയാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം പഴയ നിയമത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് അന്നത്തെ കാലത്ത്
അവർ ദൈവത്തെ ആരാധിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. എന്നാൽ അതിനകത്തുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ന, നമുക്കറിയാം, അവർക്ക് ഭക്ഷണം, സ്വർഗീയ ഭോജനം അവർക്ക് കൊടുത്തിരുന്നതാണ്. അവരുടെ അതായത് തലമുറ അറിയാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾ കൃപാസനത്തിൽ, അതായത് ആ ഒരു അതിനകത്ത് വെക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അഹരോൻ്റെ തളർത്ത വടി, അത് സംഖ്യാപുസ്തകം 17:10 പറയുന്നതെന്ന് പറഞ്ഞാൽ അതൊരു മത്സരത്തിനൊരു അടയാളമായിട്ട് അത് വെക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ നിയമപെട്ടകം, അതായത് ആ ഒരു കൽപ്പലക, നമുക്കറിയാം ഇസ്രായേൽ മക്കൾക്ക് എത്ര പ്രാവശ്യം ദൈവം ആ ഒരു കൽപ്പന കൊടുത്തു എന്നുള്ളത് നമുക്ക് അറിയാമോ? നമുക്കറിയാമോ എത്ര പ്രാവശ്യം കൊടുത്തു കാണും ആ ഒരു കൽപ്പന, 10 കൽപ്പന? നമുക്കൊന്ന് ആർക്കെങ്കിലും അത് ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? എത്ര പ്രാവശ്യം കൊടുത്തു? അതായത് 3 പ്രാവശ്യം. അതായത് ആദ്യം 19-ാമത്തെ അധ്യായത്തിൽ വെർബലായിട്ട് പറഞ്ഞു, 2 പ്രാവശ്യം ആ പലകയിൽ എഴുതി കൊടുത്തു. അപ്പോൾ ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. പക്ഷേ അവർ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരവസ്ഥയായി തീർന്നു. നമുക്കറിയാം, നമുക്കത് വചനത്തിലൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ദൈവത്തിനും അറിയാമായിരുന്നു. എന്നാൽ അതിനുശേഷം യേശു കർത്താവ് വന്നിട്ടാണ് ഈ കാര്യത്തിലൊക്കെ ഒരു നീക്കുപോക്കുണ്ടാക്കിയത്. എന്നാൽ കർത്താവാണ് അതിൻ്റെ അവസാനം. എന്നാൽ ഇത് അവരുടെ ജീവിതത്തിൽ, അതായത് കർത്താവ് എത്രത്തോളമാണ് ആ ഒരു പിന്നെ ഇത് കർത്താവിൻ്റെ ആ ഒരു വചനം അവർക്ക് കൊടുക്കുന്നതിൽ കർത്താവ് പ്രാധാന്യം കൊടുത്തിരുന്നതെന്നുള്ളൊരു കാര്യം നമുക്കൊന്ന് ഓർക്കാം. 1-2 വചനം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തിയിലോട്ട് നമുക്കൊന്ന് പുറപ്പാട് പുസ്തകത്തിലോട്ടൊന്ന് പോകാം. 1-2 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ധ്യാനിച്ചിട്ട് നമുക്ക് നിർത്താം. നമുക്ക് ആ ഒരു പുറപ്പാട് പുസ്തകത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിലോട്ട് വന്നാൽ 19 അതിൽ പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകം എക്സോഡസ് 19 തൊട്ട് തുടങ്ങി, അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അതായത് അതിനകത്ത് 19-ൻ്റെ 1-2 ഒന്ന് വായിക്കാമോ സിസ്റ്ററെ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിലെത്തി. അവർ രഫീദീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സീനായി മരുഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ പാളയമിറങ്ങി. അവിടെ പർവ്വതത്തിൽ നിന്ന് എതിരെ ഇസ്രായേൽ പാളയമിറങ്ങി. അതായത് നമുക്കറിയാം 3-ാം മാസത്തിൽ അവർ ആണ് അവിടെ എത്തിയത്. അതിനുശേഷമാണ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു കൽപ്പനകളൊക്കെ ദൈവം കൊടുക്കുന്നത്. എന്നാൽ ഇത് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു 20-ാമത്തെ അധ്യായം 20-ൽ, അതായത് അത് തൊട്ടാണ് ഞാൻ പറയാൻ പോകുന്ന 3-4 കാര്യങ്ങൾ. അതായത് 20-ൻ്റെ 22 വായിക്കാം. 20-യുടെ 22. അപ്പോൾ യഹോവ മോശെയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. ഈ ഒരു കാര്യം, ഇത് സ്വർഗത്തിൽ നിന്ന് ദൈവം സംസാരിച്ചു എന്നുള്ളത്, അതായത് എത്ര അവർക്ക് വേണ്ടി, അതായത് ആ ഒരു അവർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആ ഒരു എഫോർട്ട്, അതായത് പറയുന്നത് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. നമുക്കറിയാം, സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരുന്ന ഭൂമിയിൽ കെട്ടും. ആ ഒരു കാര്യം വളരെ സ്പെസിഫിക്കായിട്ട് യേശു കർത്താവ് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം സ്വർഗത്തിൽ നിന്ന് അവർക്ക് വെളിപ്പെടുത്തിയതാണ് ഈ ഒരു വചനം എന്നുള്ളൊരു കാര്യം പരിശുദ്ധാത്മാവ് അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അതിന് എത്ര അധികമാണ് അതിന് പ്രാധാന്യമുള്ളത്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 24 പോകുമ്പോഴത്തേക്ക് 24-ൻ്റെ 12 കൂടെ ഒന്ന് വായിക്കാം സിസ്റ്ററെ. 24-ൻ്റെ 12. പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പലകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. ദൈവം എഴുതി എന്ന് പറയുന്നു അവിടെ. അതായത് 12-ൽ പറയുന്നത്, പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. അപ്പം ദൈവം എഴുതിയത്, കർത്താവ് അവർക്ക് വേണ്ടി കൽപ്പിച്ച, അതായത് അവർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ ആ ന്യായപ്രമാണം എത്രത്തോളമാണ്. അതായത് ഇത് നമ്മൾ വായിക്കുന്നതും നമ്മളിത് കേൾക്കുന്നതും നമ്മളിത് മനസ്സിലാക്കുന്നത് എന്തിനാണ്? അതായത് നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു വെളിച്ചം, അല്ലെങ്കിൽ ആ ഒരു, അതായത് ഓരോ നിമിഷവും ഇത് കേൾക്കും തോറും അത് വെളിപ്പെട്ട് വരും. അതായത് ഇത് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു ബോധ്യം ഉണ്ടാവണം, ഈ ഒരു വെളിപാടായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കണം. ദൈവം
അതിൻ്റെ പുറകിൽ എത്രയധികമാണ് എഫേർട്ട് എടുത്തത് എന്നുള്ളൊരു കാര്യം. അത് നമ്മൾ വിട്ടുപോകരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ, അതായത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നമുക്കറിയാം, വചനത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും അവർക്ക് എത്രയധികമാണ് ഈ കാര്യത്തിൽ വില കൊടുക്കാൻ പറ്റിയത്. 1-2 വചനം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താം, സമയം അതിക്രമിച്ചു എന്ന് ഞാൻ അറിയുന്നു. 1-2 കാര്യങ്ങൾ മാത്രം. അത് 31 പോകുമ്പോഴത്തേക്ക് 31 അവസാനത്തെ 18. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകളായ സാക്ഷ്യപലക 2 അവൻ്റെ പക്കൽ കൊടുത്തു. യെസ്, ഈ ഒരു കാര്യം, അതായത് ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഒരു സ്പർശനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ സാക്ഷ്യം എത്ര അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയാനാണ്. അതായത് അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു കഴിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപലക 2 അവൻ്റെ പക്കൽ കൊടുത്തു. ഇത് തന്നെയാണ് ആ ഒരു സാക്ഷ്യക്കൂട ഇതിനകത്തുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം, കൃപാസനത്തിലുള്ളതെന്നുള്ളൊരു കാര്യം. ആ ഒരു കൃപാസനത്തിലേക്കാണ് യേശു കർത്താവ് നമുക്ക് പ്രവേശനം തന്നത്. അപ്പോൾ അതായത് അവൻ അവിടെ വെച്ച് നമ്മോട് അതായത് ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതി തന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് എത്രയധികമാണ് നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പോയാൽ 32-ൻ്റെ 14 and 15 കൂടെ ഒന്ന് വായിച്ചു. അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നും ഇറങ്ങി. സാക്ഷ്യത്തിൻ്റെ പലക 2 അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. യെസ്, ഈ ഒരു കാര്യം. അപ്പോൾ അത് അതായത് അവർക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അതായത് 15 പറയുന്നത് മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. സാക്ഷ്യത്തിൻ്റെ പലക 2 അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പലക ഇപ്പുറത്തും അപ്പുറത്തും ഇരുവശത്തും എഴുതിത്തരാം. അതായത് നമ്മുടെ ജീവിതത്തിൽ അകത്താവട്ടെ പുറത്താവട്ടെ കർത്താവ് ആഗ്രഹിക്കുന്നത് അത് ക്ലിയർ ആയിരിക്കണം. അതായത് അത്രത്തോളം, അതായത് അതിന് 2 വശവും വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ദൈവം എഴുതിയത്. എന്നിട്ട് അതിനുശേഷം പറയുന്നുണ്ട്, പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. അപ്പോൾ ഇത് അവരുടെ ജീവിതത്തിൽ, അതായത് ഇസ്രായേൽ മക്കളുടെ അല്ല, നമ്മുടെ ജീവിതത്തിലും. ഇതിപ്പം പഴയ നിയമത്തിൽ പറഞ്ഞു, എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിലാണ് എഴുതിയത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ ദൈവം, അതായത് നമുക്കറിയാം ഇന്നിപ്പം നമ്മളൊരു നിയമം എഴുതി കഴിഞ്ഞാൽ അതിൽ അനേകം അമെൻമെൻറ്റുകളൊക്കെ വരാറുണ്ട്. ഒരു ഭരണഘടന എഴുതിയാൽ പോലും അതിന് നിറയെ തിരുത്തുകളുണ്ട്. പക്ഷേ ഇവിടെ ദൈവം കൽപ്പലകയിൽ എഴുതി എന്ന് പറയുമ്പം അത് മാറ്റമില്ലാത്തതാണ്, അത് മാറ്റാൻ പറ്റാത്തതാണ്. അത് ഒരിക്കലും, അതായത് ഞാനിത് പറയാൻ കാര്യം, നമുക്ക് കോംപ്രമൈസോ ഡൈല്യൂട്ടോ ചെയ്യാൻ പറ്റത്തില്ല. അത് മായ്ച്ചു കളയാൻ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റത്തില്ല. അത് കൽപ്പലകയിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് ആ ഒരു കാര്യത്തിൽ അത് മതി ഇത് മതി, അല്ലെങ്കിൽ അതിങ്ങനല്ലേ, നമുക്കത് ഈ രീതിയിൽ നമുക്കതിനെ മാറ്റാമോ, അല്ലെങ്കിൽ നമുക്കതിനെ ചെറുതാക്കാമോ, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം നമ്മൾ ആ കള്ളം പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ആയാൽ എന്താ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്താൽ അല്ല. ദൈവം വളരെ സ്പെസിഫിക് ആയിരുന്നു. അത് കൽപ്പലകയിൽ എഴുതി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അമൈൻമെൻറ്റും ഇല്ല, അതിനകത്തൊരു വ്യത്യാസവുമില്ല, അതിനകത്തൊരു ചേർക്കലുമില്ല, അതിനകത്തൊരു കുറവുമില്ല. കർത്താവ് എഴുതി, വളരെ സ്പെസിഫിക്കാണ്. അത് പാലിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം അത് എഴുതിയത്. അതാണ് ആ ഒരു കൽപ്പലകയിൽ എഴുതി എന്ന് പറയുന്നതിനുള്ള ഏറ്റവും വലിയ വ്യത്യാസം. എന്നാൽ കർത്താവിനറിയാം, അതിനുശേഷം അത് നമ്മുടെ മാംസപലകയിൽ അത് എഴുതുകയും ചെയ്തു. ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. ഞാൻ ഇത് വായിച്ചതിൻ്റെ കൂടെ ഒരു വാക്യം കൂടെ വായിച്ചിട്ട്, അതായത് നമ്മൾ നേരത്തെ കേട്ട ആ ഒരു വചനം ഒന്നും കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. അതായത് ഇതിൻ്റെ കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് 16 ജോൺ 16 പോകാം പെട്ടെന്ന്. അതായത് ജോൺ 16 13 14 അതോട് ഞാൻ നിർത്താം. 13 14 കൂടെ വായിച്ച് ജോൺ 16 13 and 14 13 and 14 ഒന്ന് വായിക്കാം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ആ ഒരു വാക്ക് മറക്കരുത് നമ്മൾ. അത് അതിനകത്ത് അവസാനം പറയുന്നതാണ്, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അതായത് കർത്താവിന് മഹത്വം. നമ്മൾ എന്ത് പറഞ്ഞാലും, നമ്മൾ എന്ത് കേട്ടാലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ കർത്താവിനായിരിക്കും മഹത്വം. ഇന്നിപ്പം നമ്മൾ കേട്ടതിൻ്റെ കൂടെ ആ ഒരു കാര്യം, അതായത് എന്ത് അധികമൊന്നുമല്ല,
വചനം മാത്രമേ കർത്താവ് പറയൂ, വചനം മാത്രമേ പരിശുദ്ധാത്മാവ് സംസാരിക്കൂ. ഈ കേട്ട ഇതിനപ്പുറം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും പറയത്തില്ല നമുക്ക്. അപ്പോൾ ആ ഒരു കാര്യം, അപ്പോൾ അത് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവിന് മഹത്വം ഉണ്ടാകും, ഗ്ലോറി. അതായത് അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, അതായത് ഹീ വിൽ ഗ്ലോറിഫൈ മീ. യെസ്, ആ ഒരു വാക്ക്, ഫോർ ഹീ വിൽ ടേക്ക് ഓഫ് മൈൻ ആൻഡ് വിൽ ഡിസ്ക്ലോസ് ഇറ്റ് ടു യു എന്നുള്ളൊരു കാര്യം. യെസ്, ആ ഒരു ആ ഒരു ദൈവത്തിന് മഹത്വം ഉണ്ടാവും. നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും നടത്താനായിട്ട്, അതായത് ഇത് ദൈവം ആ ഒരു തുടക്കം തൊട്ട് നമുക്കറിയാം, അവരെ നടത്തിയത് തൊട്ട്, മരുഭൂമിയിലൂടെ അവരെ കൊണ്ടുവന്നത് തൊട്ട്, യേശു കർത്താവ് വന്നത് മുതൽ കാൽവറി ക്രൂശിൽ സ്വന്തം ജീവിതം യാഗമാക്കിയത് വരെ, അതിനുശേഷം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന് അപ്പോസ്തല പ്രവൃത്തിയിലും ആ ഒരു അപ്പോസ്തലന്മാർ പറഞ്ഞ് കർത്താവാകുന്ന ആ ഒരു ഫൗണ്ടേഷൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്നു. ആ ഒരു ഫൗണ്ടേഷനിൽ മാത്രമേ ഒരു പണി നടക്കൂ. അത് തന്നെയാണ് നമ്മെ അന്ത്യത്തോളം കൊണ്ടെത്തിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം. നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കാനായിട്ടും നമ്മെ ധൈര്യപ്പെടുത്താനായിട്ടും ഞാനും ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആമേൻ.